ചിത്രം ആകർഷകമാക്കാൻ ചില മിനുക്കുവളികൾ. ചിത്രത്തിന് പശ്ചാത്തലമായി വൃത്തം വരയ്ക്കുന്നതിന് നമുക്കിവിടെ ചിത്രത്തിന് പശ്ചാത്തലമായിട്ട് ഇവിടെ ഒരു വൃത്തം വരയ്ക്കണം. അതിൻ്റെ ചിത്രത്തിൻ്റെ വൃത്തത്തിൻ്റെ കുറച്ച് കോപ്പികൾ എടുത്ത് കൂടുതൽ ഡാർക്ക് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു ഗ്രേഡിയൻറ്റ് സ്റ്റൈൽ നമുക്ക് ഇവിടെ നൽകേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു വൃത്തം വരക്കാം. അതിനുവേണ്ടി ക്രിയേറ്റ് സർക്കിൾ ടൂൾ ഉപയോഗിക്കുന്നു. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നേരത്തെ നമ്മൾ എന്ത് നിറമാണോ സെലക്ട് ചെയ്ത് അതായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക. നമുക്കിവിടെ വേണ്ടത് ഒരു റെഡ് കളറാണ്. ഞാനൊരു റെഡ് കളർ സെലക്ട് ചെയ്തു. ഇവിടെ നമുക്ക് ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്കിൽ പോയി കഴിഞ്ഞ് ഇതിൽ ഫിൽ കളറാണ് നമുക്ക് വേണ്ടത്. സ്ട്രോക്ക് എന്നുള്ളത് നമുക്ക് നൺ എന്ന് തന്നെ കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തുകൊണ്ട് എടുക്കുന്നതിന് വേണ്ടി കൺട്രോൾ ഡി അമർത്തി കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ആയി. അതിലെ ഫില്ലിൽ നമുക്കിതിൻ്റെ ഒപ്പാസിറ്റി ഇതിന് പൂർണ്ണമായിട്ടും നൽകാം. ഒപ്പാസിറ്റി നേരത്തെ നമ്മൾ കുറച്ചിരുന്നു. ഇതിന് ഞാൻ കൺട്രോൾ ഡി അമർത്തിപ്പിടിച്ച് മറ്റൊരു സർക്കിൾ ഇവിടെ നിർമ്മിച്ചു. അതിന് കുറച്ച് ഡാർക്കാക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ വലുപ്പം നമുക്ക് കൺട്രോൾ കീ അമർത്തിപ്പിടിച്ച് വലുപ്പം കുറയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൊപ്പോർഷൻ നഷ്ടപ്പെടുകയില്ല. ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് ക്രമീകരിക്കുന്നു. വീണ്ടും കൺട്രോൾ ഡി അമർത്തിപ്പിടിച്ച് ഇതിൻ്റെ ഇപ്പോൾ നമുക്കിവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വൃത്തം വന്നിട്ടുണ്ടാവും. അതിൻ്റെ ഒന്ന് ഡാർക്ക് ചെയ്തുകൊണ്ട് കൺട്രോൾ കീ അമർത്തിപ്പിടിച്ച് അതിൻ്റെയും വലിപ്പം കുറക്കുന്നു. അത് മധ്യഭാഗത്തായിട്ട് ക്രമീകരിക്കുന്നു. വീണ്ടും കൺട്രോൾ ഡി അമർത്തിപ്പിടിച്ച് മറ്റൊരു വൃത്തം വരയ്ക്കുന്നു. അതൊന്നുകൂടെ ഡാർക്കാക്കുന്നു. കൺട്രോൾ കീ അമർത്തിപ്പിടിച്ച് അതിൻ്റെ വലിപ്പം കുറക്കുന്നു. വീണ്ടും കൺട്രോൾ ഡി അമർത്തി പുതിയ ഡ്യൂപ്ലിക്കേറ്റ് നിർമ്മിക്കുന്നു. അതിൻ്റെ നിറം കൂടുതലാക്കുന്നു. കൺട്രോൾ കീ അമർത്തിപ്പിടിച്ച് ഈ ആരോ കീയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വലിപ്പം കുറയുന്നു. ഇത്തരത്തിൽ കൺട്രോൾ ഡി അമർത്തുന്നു. നിങ്ങൾക്ക് കഴിയാവുന്ന അത്ര വൃത്തങ്ങൾ വരച്ച് ഈ രൂപത്തിൽ നമുക്ക് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രവർത്തനം തന്നെയാണ്. ഒരുമിച്ച് ഇതേപോലെ സെലക്ട് ചെയ്യുന്നു. ഒബ്ജക്റ്റ് മെനുവിൽ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുന്നു. ഇതിപ്പോൾ ഒരൊറ്റ ഒബ്ജക്റ്റായി മാറി. ഇതിന് മുകളിലാണ് നമുക്ക് ഇതിനെ കൊണ്ടുപോയേക്കേണ്ടത്. ഇവിടെ നേരത്തെ നമുക്ക് സംഭവിച്ച വിഷയമാണ്. നമ്മളിപ്പോൾ ഈ പ്രാവ് വെക്കുന്ന സമയത്ത് ഒലിവിലയും ഈ വൃത്തത്തിന് പുറകിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രാവിനെ സെലക്ട് ചെയ്ത് പേജ് അപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മുകളിലേക്ക് വരും. ആരോഗ്യം ഉപയോഗിച്ച് നമുക്കിതിനെ മധ്യഭാഗത്തായിട്ട് ക്രമീകരിക്കാം. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രത്തിലേതുപോലെ തന്നെ നമുക്കിതിനെ ക്രമീകരിക്കാൻ കഴിയും. ഈ വൃത്തത്തിൻ്റെ വലിപ്പവും എല്ലാം അതിനനുസരിച്ച് ക്രമീകരിക്കാം. ഇവിടെയും നമുക്ക് ഇത് ഒരുമിച്ച് സെലക്ട് ചെയ്ത് വീണ്ടും ഒബ്ജക്റ്റ് മെനുവിൽ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇതൊരൊറ്റ ഒബ്ജക്റ്റായി മാറിയിട്ടുണ്ട്. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള ഈ പ്രാവ് ഈ ഭാഗത്തേക്ക് വലത് ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടാണുള്ളത്. അതിനുവേണ്ടി നമുക്കിവിടെ പല രൂപത്തിൽ ഈ ഒബ്ജക്റ്റിനെ തിരിക്കാൻ ഫ്ലിപ്പ് ഹൊറിസോണ്ടലി വെർട്ടിക്കലി നമുക്കിവിടെ ഹൊറിസോണ്ടലായിട്ടാണ് തിരിക്കേണ്ടത്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ ഈ ഭാഗത്തേക്ക് തിരിയുന്ന രൂപത്തിൽ ലഭിച്ചു. ഇതിനെ നമുക്കിതിൻ്റെ മുകളിലായിട്ട് കൊണ്ടുവന്ന് സ്ഥാപിക്കാം. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതൊന്ന് സൂം ഔട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് വേണ്ട ഈ ചിത്രത്തിൻ്റെ സ്റ്റൈല് നോക്കിയതിന് ശേഷം അതിനനുസരിച്ച് ഇതിൻ്റെ വലുപ്പം നമുക്ക് ക്രമീകരിക്കാം. വീണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റ് മെനുവിൽ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇതൊരൊറ്റ ഒബ്ജക്റ്റായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇത് ഫയലിലൊന്ന് സേവ് ചെയ്യാം.
ഇപ്പോൾ ഇതൊരു SVG ഫയലായിട്ടാണ് നമ്മൾ സേവ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം നമ്മൾ വാട്സപ്പിലോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ അയക്കണമെങ്കിൽ അതൊരു PNG അല്ലെങ്കിൽ JPG ഫോർമാറ്റായിട്ടാണ് അയക്കേണ്ടത്. അതിനുവേണ്ടി ഈ ചിത്രത്തിൽ സെലക്ട് ചെയ്യുന്നു. ഫയൽ മെനുവിൽ എക്സ്പോർട്ട് PNG ഇമേജ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഈ സ്റ്റുഡൻസ് വർക്ക് 10 എന്നതിൽ ഇതിൻ്റെ പേര് നമുക്ക് ഹിരോഷിമ എന്ന് തന്നെ നൽകാം. hiroshima.png എന്ന് നിങ്ങളുടെ സ്റ്റുഡൻസ് വർക്ക് 10 എന്ന ഫോൾഡറിലേക്കാണ് ഇത് സേവ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എക്സ്പോർട്ട് എന്ന് ക്ലിക്ക് ചെയ്യാം. അത് എക്സ്പോർട്ട് ആയിട്ടുണ്ട്. നമുക്ക് നിങ്ങളുടെ ഹോം ഫോൾഡറിൽ സ്റ്റുഡൻസ് വർക്ക് 10 സ്റ്റുഡൻസ് വർക്ക് 10 എന്നതിൽ നമ്മൾ നേരത്തെ SVG ഇവിടെ സേവ് ചെയ്തുകൊണ്ട് അതുപോലെ PNG നമുക്കിവിടെ കാണാം. ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതാണ് നമ്മൾ ചെയ്ത പ്രവർത്തനം. നിങ്ങളും ഈ പ്രവർത്തനം ചെയ്യുക.